ഡാ ഉവേ, നീയും നിന്റെ പെണ്ണും ഒന്നിച്ചു വന്നാ മതി. ഞങ്ങൾ 2 വണ്ടികളിലായി വരാം. എന്റെ വണ്ടിയുടെ പിന്നാലെ നീ ഇറങ്ങണം. അതിന് പിന്നിൽ ജേക്കബ് വരട്ടെ. ശരി അപ്പച്ച, അങ്ങനെ ഇവരുടേതൊരു മാസ് എൻട്രി തന്നെ ആയിക്കോട്ടെ. ഇഷാൻ ചിരിയോടെ BMW എടുത്തു. കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഒന്ന് നോക്കി. എന്റെ പെണ്ണിന് അവകാശപ്പെട്ട സീറ്റാ, എന്റെ പെണ്ണിന് മാത്രം. അവൻ ഡോർ തുറന്നു നൽകി. മടിച്ചു നിന്ന ജാൻവിയെ ജോർജ് ഒന്ന് നോക്കി. മോളെ, എന്താ ആലോചിച്ച് നിൽക്കുന്നത്? കയറിക്കോ, സമയം പോന്നു. ആളുകൾ എത്തിത്തുടങ്ങും മുന്നേ നമുക്കങ്ങെത്തണം. അവൾ സോഫി ഒന്ന് നോക്കി. നീയും കൂടി വാടാ. മോളെ, അവൾ റീത്തക്കൊപ്പം എൻ്റെ കൂടെ വരും. നീയിപ്പോ ഇവന്റെ ഭാര്യയാണ്. നീയും അവനും മാത്രമാണ് അതിൽ ഔട്ട് ഹൗസിലേക്ക് വരേണ്ടത്. ജേക്കബും കൊച്ചും ജെറിയും നിങ്ങളുടെ പിന്നാലെ വന്നോളും. മോള് കയറിക്കേ. ജാൻവിക്ക് വേറെ നിവർത്തിയില്ലാഞ്ഞിട്ട് അവൾ ഇഷാനൊപ്പം ഫ്രണ്ടിലേക്ക് കയറി. ജോർജ് ഡോർ അടച്ചു തിരിഞ്ഞു. മോനെ, വണ്ടി എടുക്കടാ. അപ്പച്ച മുന്നിൽ പൊയ്ക്കോ, ഞാൻ എടുക്കാം അപ്പച്ച. അപ്പോഴേക്ക് റാഹേൽ വീട് പൂട്ടി ഇറങ്ങി വന്നു. റീത്തയും റാഹേലും ഒരേപോലെ ഡിസൈൻ ചെയ്ത സാരിയായിരുന്നു ധരിച്ചത്. ജോർജും ജേക്കബും ഒരേ കളർ കുർത്തിയും മുണ്ടും. ജോർജ് ചുറ്റും ഒന്ന് വീക്ഷിച്ചു. പിന്നെ തൻ്റെ റേഞ്ച് റോവർ എടുത്തു. സോഫിയും റീത്തയും കയറി. കാർ ചലിച്ചു തുടങ്ങി. ഇഷാൻ ജാൻവിയെ ഒന്ന് നോക്കി. അവൾ മുഖം വീർപ്പിച്ച് പുറത്തേക്ക് നോക്കിയിരിക്കുന്നു. ജാനു, ഈ വീടും പരിസരവും ഈ സ്ഥലവും ഒന്നും നിനക്ക് അപരിചിതമല്ല. പിന്നെന്താണ് ഇത്രയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത്? അവൾ ഒന്നും മിണ്ടാതെ മുഖം നന്നായി ചിരിച്ചു പിടിച്ചു. അവന് മുഖം കാണാൻ കഴിയാത്ത വിധം. അവനത് മനസ്സിലാക്കി. ചെറുപുഞ്ചിരിയോടെ അവളുടെ മടിയിൽ കോർത്തു പിടിച്ചിരുന്ന അവളുടെ കയ്യിൽ പിടിച്ചു. അവൾ കൈ വിടുവിക്കാനൊന്ന് ശ്രമിച്ചു. പക്ഷെ ഒരു കൈയിൽ അവൻ തൻ്റേതിനെ കൊരുത്ത് പിടിച്ച് പിന്നെ ആ കൈ സ്വന്തം നെഞ്ചിലേക്ക് കൊണ്ടുവച്ചു. അവൾ കൈ വലിച്ചുകൊണ്ടിരുന്നു. അതിനനുസരിച്ച് അവൻ പിടിമുറുക്കി. രക്ഷയില്ലെന്ന് മനസ്സിലാക്കി അവൾ കൈയൊന്ന് ലൂസാക്കി. അവൻ ചിരിയോടെ അവളുടെ കയ്യിൽ ഉമ്മ വെച്ചു. അവളുടെ മുഖം വീർത്തത് കണ്ട് അവന് വല്ലാത്ത വിഷമം തോന്നി. എന്തൊക്കെ ചെയ്തിട്ടും അവളൊന്ന് അയയുന്നില്ലല്ലോ എന്നത് അവനെ വല്ലാതെ വേദനിപ്പിച്ചു. ഇച്ചാ, ബുള്ളറ്റിന്റെ പിന്നിലിരുന്ന് തന്നെ കെട്ടിപ്പിടിച്ച് വല്ലാത്തൊരു ലഹരിയിൽ അവൾ അലറി വിളിച്ചത് അവന്റെ മനസ്സിൽ തെളിഞ്ഞു. പ്രണയത്തോടെയുള്ള തൻ്റെ പുറത്തോട് ചേർന്ന് മുഖം അമർത്തി വെച്ച് കഴുത്തിൽ സ്നേഹചുംബനം നൽകിയത് ഓർമ്മയിൽ തെളിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ഇന്നത്തെ ജാനുവിലേക്കുള്ള ഭാവമാറ്റത്തിന് താൻ തന്നെയാണല്ലോ കാരണം എന്നതവനെ ചുട്ടുപൊള്ളിച്ചു. ജാനു, അവൻ്റെ ഇടറിയ സ്വരം. ഞാൻ നിന്നോട് ചെയ്തു പോയത് വലിയ തെറ്റ് തന്നെയാണ്. അതിനെ ഞാൻ ന്യായീകരിക്കാൻ ശ്രമിക്കുമല്ല. പക്ഷേ പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് വെച്ചൂടെ നിനക്ക്? നിന്നെ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് കഴിഞ്ഞു ഞാൻ. നിന്നെ എൻ്റെ പാതിയായി എനിക്ക് വേണം ജാനു. നിന്റെ ഈ മൗനം എന്നെ എത്രമാത്രം വേദനിപ്പിക്കുമെന്നറിയുമോ നിനക്ക്? നിന്റെ സാമീപ്യം ഞാൻ ഒരുപാട് കൊതിക്കുന്നുണ്ട്. പഴയതെല്ലാം മറന്ന് നിന്റെ നാവിൽ നിന്നും സ്നേഹത്തോടെ ഇച്ഛ എന്ന വിളി, അത് കേൾക്കാൻ ഞാൻ കാത്തിരിക്കുക ജാനു. നിനക്ക് ഓർമ്മയുണ്ടോ ജാനു, അന്ന് ബാംഗ്ലൂരിൽ വെച്ച് നമ്മൾ നൈറ്റ് ഡ്രൈവിന് പോയത്?
നിന്റെ പ്രണയം എന്നെ എത്രമാത്രം തളർത്തിയെന്നറിയോ നിനക്ക്? ഇന്നും ആ പ്രണയച്ചൂട് എന്നിലുണ്ട് ജാനു. എനിക്കിനിയും വേണം ജാനു. അതുപോലെ മരിക്കും വരെയും മറക്കാത്ത ഓർമ്മകൾ. അവന്റെ സ്വരം ഒന്നിടറിയപ്പോ അവൾ ഒരേങ്ങലോടെ മെല്ലെ പറഞ്ഞു, അതുപോലെ ഞാൻ മരിക്കും വരെയും മറക്കാത്തൊരോർമ്മ നിങ്ങൾ എനിക്കും സമ്മാനിച്ചില്ലേ? ഞാൻ എൻ്റെ പ്രാണനായി കണ്ട് എൻ്റെ പ്രണയം മുഴുവൻ നിങ്ങളിൽ ചൊരിഞ്ഞപ്പോൾ ഉള്ളിൽ സൂക്ഷിച്ച വിഷം നിങ്ങൾ എൻ്റെ നേരെ ചീറ്റിയില്ലേ? കഴുകൻ കണ്ണുകൾ എന്നെ കുത്തി പറിക്കുമ്പോൾ എനിക്കെന്നോട് തന്നെ വെറുപ്പ് തോന്നിപ്പോയി. അപ്പോഴും ഞാൻ ഓടിയെത്തി നിങ്ങളുടെ നെഞ്ചിൽ മുഖം ഒളിപ്പിക്കാൻ ആഗ്രഹിച്ചു. നിങ്ങളുടെ കൈകൾ എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിലെന്ന് വെറുതെ ആഗ്രഹിച്ചു. ഞാൻ കടന്നു വന്ന വഴികൾ നിറയെ മുള്ളുകൾ നിറഞ്ഞവയായിരുന്നു. ആകെ ഒരു ആശ്വാസം കോളേജായിരുന്നു. ഞാൻ സന്തോഷം കണ്ടെത്തിയത് നിങ്ങളിലൂടെ ആയിരുന്നു. നിങ്ങളോടുള്ള എൻ്റെ പ്രണയം അതൊരു കരകാണ കടലായിരുന്നു. പക്ഷേ ഏതൊരു പെണ്ണിനും അവളുടെ മാനം തന്നെയാണ് വലുത്. അതാണ് താൻ. എന്നിട്ടിപ്പോ ഞാൻ ഒക്കെ മറന്ന് തന്നെ പഴയതുപോലെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ എടോ, ഞാനൊരു മരപ്പാവയോ കീ കൊടുക്കുമ്പോൾ ചലിക്കുന്ന ടോയോ ഒന്നുമല്ല. മനുഷ്യജന്മമാണ് എനിക്കിപ്പോ. അവൾ പറഞ്ഞ് കരഞ്ഞുപോയി. ഇഷാന്റെ കവളിലൂടെ കണ്ണുനീർ ഉരുണ്ടിറങ്ങിക്കൊണ്ടിരുന്നു. അവൻ അവളെ തന്നിലേക്ക് വലിച്ചിട്ട് കെട്ടിപ്പിടിച്ചു. സോറി മോളെ, സോറി ഫോർ എവരിതിങ്. ഞാനിനി എന്താടി ചെയ്യണ്ടേ? അവൻ അവളുടെ നെറുകയിൽ ചുണ്ടുകൾ അമർത്തി. എനിക്കറിയാടാ, ഞാൻ ചെയ്തത് പൊറുക്കാൻ കഴിയാത്ത തെറ്റ് തന്നെയാണെന്ന്. പക്ഷേ അതിനിയും മനസ്സിലിട്ട് നീറ്റിയ ഒരിക്കലും നമുക്കൊരുമിക്കാൻ കഴിയില്ലടാ. 1000 തവണ ഞാൻ നിന്നോട് മാപ്പിരന്നു കഴിഞ്ഞു. മോളെ, നീ നിന്റെ മനസ്സൊന്ന് ശാന്തമാകുന്നത് വരെയും സമയമെടുത്തോ. പക്ഷേ നീ തിരിച്ചു വരണം, എൻ്റെ പഴയ ജാനുവായി. വന്നേ പറ്റൂ. നിന്റെ ഇച്ഛൻ നിനക്കായി, ആ നിമിഷത്തിനായി കാത്തിരിക്കുക മോളെ. നിനക്കല്ലാതെ നിന്റെ ഇച്ഛനെ വേറെ ആർക്കാടി അറിയുക? എൻ്റെ പൊന്നല്ലേ, എനിക്ക് വേണോടി നിന്നെ. അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞതൊക്കെയും കണ്ണീരോടെ അവൾ കേട്ടു. അവൻ്റെ നെഞ്ചിൻ്റെ താളം ഒരിക്കൽ കൂടി അവൾ അറിഞ്ഞു. ആ നെഞ്ചിലെ താളം, അതുമാത്രം മതി അവളുടെ മനസ്സ് ശാന്തമാകാൻ. അവൾ അവൻ്റെ നെഞ്ചിൽ മുഖമമർത്തി അങ്ങനെ ഇരുന്നു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറുകയിൽ തന്നെ അമർന്നിരുന്നു. പിന്നിൽ വന്ന ജേക്കബ് നിർത്താതെ ഹോണടിച്ചതും അവൻ ഒരു കൈയാൽ അവളെ ചേർത്ത് പിടിച്ച് തന്നെ കാർ മുന്നോട്ടെടുത്തു. അവൻ എപ്പോഴാണ് കാർ നിർത്തിയതെന്ന് പോലും അവൾ അറിഞ്ഞില്ല. അവൾ അവൻ്റെ നെഞ്ചിൽ ചാരി അങ്ങനെ ഇരുന്നു. ഇടയ്ക്കിടെ ഒരു ദീർഘനിശ്വാസത്തോടെ അവൻ അവളുടെ നെറുകയിൽ ചുണ്ടുകൾ പതിപ്പിച്ചുകൊണ്ടിരുന്നു. അവർ ഔട്ട് ഹൗസിലെത്തുമ്പോൾ കുറച്ചാളുകളൊക്കെ എത്തിയിരുന്നു. ഇഷാൻ കാർ നിർത്തി അവളെ നോക്കി. അവളിപ്പോഴും അവൻ്റെ നെഞ്ചിൽ തന്നെയായിരുന്നു. അവൻ്റെ ഉള്ളൊന്ന് തണുത്തു. മാറും, എൻ്റെ ജാനു പഴയതുപോലെ തന്നെ എന്നെ സ്നേഹിക്കും. അവൻ അവളുടെ തലയിൽ ഉമ്മ വച്ചു. മോളെ, ഇറങ്ങ്. അവൻ പറഞ്ഞതും അവൾ പിടച്ചിലോടെ നിവർന്നു.
അയ്യോ, ഇതുവരെ താൻ ഇച്ചന്റെ നെഞ്ചിലായിരുന്നോ? അവൾ പിടപ്പോടെ അവനെ നോക്കി. ദേ, മുഖമൊക്കെ ഒന്ന് തുടച്ച് ഒരു പുഞ്ചിരിയോടെ ഇറങ്ങിക്കോ. എന്റെ പെണ്ണിൽ വേദനയുടെ ഒരു തരി പോലും ആരും കാണാൻ പാടില്ല. അവൾ പെട്ടെന്ന് ഫ്രണ്ട് മിററിൽ മുഖം ഒന്ന് നോക്കി. ടിഷ്യൂ എടുത്ത് മുഖം അമർത്തി തുടച്ച് മുടിയൊന്നൊതുക്കി ഡോർ തുറന്നിറങ്ങി. റീത്തയും സോഫിയും അവളുടെ അടുത്തേക്ക് വന്ന് അവളെ പിടിച്ചു. അപ്പോഴേക്ക് ഇഷാനും ഇറങ്ങി. അവരെയും കൊണ്ട് അലങ്കരിച്ച ഹാളിലേക്ക് കയറി. വെൽക്കം ഡ്രിങ്കും ബൊഫയും ഒക്കെ സെറ്റാണ്. ജോർജ് ഓടി നടന്ന് ഒക്കെ ഒന്ന് നോക്കി. വന്ന അതിഥികളെ സൽക്കരിച്ചിരുത്തി. അപ്പോഴാണ് മൈക്കിലൂടെ നമ്മുടെ ജെറിക്കുട്ടന്റെ വെൽക്കം സ്പീച്ച്. ശേഷം ഇഷാനെയും ജാൻവിയെയും അവൻ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു. ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് ഇവിടെ നമ്മൾ കൂടിയത് ഒരു സന്തോഷം പങ്കിടാനാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? ആ സന്തോഷത്തിന്റെ കാരണക്കാരായ ഇഷാൻ ശ്യാം ജേക്കബിനെയും ജാൻവി ഇഷാൻ ശ്യാമിനെയും നമുക്ക് ഒരു ക്ലാപ്പോടുകൂടി വെൽക്കം ചെയ്യാം. ഇഷാൻ ജാൻവിയുടെ കൈയും പിടിച്ച് സ്റ്റേജിലേക്ക് കയറി. ചുറ്റും കയ്യടികൾ, വിസിലടികൾ ഉയർന്നു കേട്ടു. സ്റ്റേജിലെത്തിയ അവർ എല്ലാവരെയും നോക്കി പുഞ്ചിരി തൂകി. നമുക്ക് ഒരു കേക്ക് കട്ടിങ്ങോട് ആരംഭിക്കാം അല്ലേ? ശ്യാമു, വാടാ. അവൻ ജാൻവിയുടെ കൈയും പിടിച്ച് മുന്നിലേക്ക് വന്നു നിന്നു. ടേബിളിലിരിക്കുന്ന വലിയ 3 നില കേക്ക്. മുകളിൽ ഹാർട്ട് ഷേപ്പ് കണ്ട് അവൻ ജാൻവി ഒന്ന് നോക്കി. അപ്പോഴാണ് അവളത് ശ്രദ്ധിച്ചത്. ഇഷാൻ അവളെ ഫ്രഞ്ച് അടിക്കുന്നതാണ് കേക്കിലെ പിക്ക്. ജാൻവി കണ്ണ് തള്ളിപ്പോയി. അതുകണ്ട് ഇഷാൻ ചിരിയോടവളെ ചേർത്ത് പിടിച്ചു. അവൾ അവന്റെ കൈമാറ്റാനൊരു ശ്രമമൊക്കെ നടത്തി. അവൻ അവളുടെ ചുമലിൽ കൈമുറുക്കി. എന്താ ആലോചിച്ച് നിൽക്കുന്നേ? വന്നേ, കേക്ക് വെയിറ്റിംഗ് ആണ്. 2 പേരും ചേർന്ന് കേക്ക് കട്ട് ചെയ്ത് പരസ്പരം അങ്ങോട്ട് കൊടുക്ക്. ഞങ്ങൾ അതൊക്കെ ഒന്ന് കാണട്ടെ, അല്ലേ ഗൈസ്? അതെ, എല്ലാവരും ഒരേ ശബ്ദത്തിൽ ഉറക്കെ പറഞ്ഞു. ഇഷാൻ അവളെയും കൊണ്ട് കേക്ക് കട്ട് ചെയ്തു. പിന്നെ അതിലൊരു പീസ് എടുത്ത് അവളുടെ നേരെ തിരിഞ്ഞു. എടുക്ക്. അവളും ഒരു പീസ് എടുത്തു. അവൾ അവന് കേക്ക് നീട്ടി. അവൻ അത് വാങ്ങാതെ ചിരിച്ചു. പിന്നെ അവളുടെ വായിലേക്ക് കേക്ക് വെച്ചു കൊടുത്തു. അവൾ അതിറക്കും മുന്നേ അവൻ അവളെ ഇടുപ്പിൽ ചുറ്റിപ്പിടിച്ച് തന്നോട് ചേർത്ത് ചുണ്ടിൽ പറ്റിയ കേക്ക് നാവുകൊണ്ട് നുണഞ്ഞെടുത്തു. അവളുടെ കണ്ണ് തള്ളിപ്പോയി. കൂടി നിന്നവർ ആവേശത്തോടെ വിസിലടിച്ചു, ആർത്ത് വിളിച്ചു. അയ്യേ, ഈ ചെക്കനത് എന്താ കാണിക്കുന്നേ? ഇവന് നാണമൊന്നുമില്ലേ? റാഹേൽ മുഖം മറച്ചു പിടിച്ചു. പിന്നെ നാണം എന്തിനാ? ഇപ്പൊ എന്തിനാ അവൻ നാണിക്കുന്നേ? അവനെ അവന്റെ സ്വന്തം പ്രോപ്പർട്ടിയാ കിസടിച്ചത്. എനിക്കോ ഇതൊന്നും പറ്റിയില്ല. അവനെങ്കിലും ആഘോഷിക്കട്ടെ. ജേക്കബിന്റെ നിരാശ നിറഞ്ഞ ശബ്ദം കേട്ടതും അവർ അമ്പരപ്പോടെ അയാളെ നോക്കി കണ്ണുമിഴിച്ചു. അല്ല, ഇതിപ്പോ കുറച്ചായല്ലോ. എന്താ അച്ചായന്റെ പ്രശ്നം? ഓ, ഒന്നും അറിയാത്തതുപോലെ. കാലിന്റെ എല്ല് പൊട്ടിയപ്പോ മുതൽ ഇവിടെ ഒരുത്തം പട്ടിണിയാ. ഞാനും ഒരു മനുഷ്യൻ തന്നെയാ. ഒരിത്തിരി ദയാ എന്നോടും ആകാം. അയ്യേ, ഈ അച്ചായൻ അപ്പന് നാണമില്ല, പിന്നെങ്ങനെ ആ മുതലിന് നാണം വരും? ഇതല്ലേ പ്രൊഡ്യൂസർ? അവർ മുഖം വീർപ്പിച്ചതും ജേക്കബ് അവരുടെ കവിളിൽ പൊടുന്നനെ ഒരു ഉമ്മയങ്ങ് കൊടുത്തു. അവർ ഞെട്ടി കവിളിൽ കൈവച്ച് അയാളെ നോക്കി. അയാൾ ഒന്നും അറിയാത്തതുപോലെ സ്റ്റേജിലേക്ക് നോക്കി നിൽക്കുന്നു. അത് കണ്ടതും അവർ പുഞ്ചിരിച്ചു. ഇഷാൻ അവളെ വിട്ടുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. പിന്നെ സ്വയം നാവുകൊണ്ട് ചുണ്ടുഴിഞ്ഞു. അവൾക്ക് ഹാളിലേക്ക് നോക്കാൻ വല്ലാത്ത നാണക്കേട് തോന്നി.
അവൻ അവളുടെ കൈ പിടിച്ചുയർത്തി. കേക്ക് പിടിച്ച വിരലോടുകൂടി അവൻ നുണഞ്ഞെടുത്തു. അവൾ വിറയലോടെ അവനെ നോക്കി. അവൻ കണ്ണൊന്ന് ചിമ്മിച്ചിരിച്ചു. അവൾക്ക് അവൻ്റെ കണ്ണിലെ കുസൃതി മനസ്സിലായി. അവൻ അവളെയും ചേർത്ത് പിടിച്ചു തിരിഞ്ഞു. ഹലോ, നിങ്ങൾക്കറിയുന്ന ഞാൻ ഇങ്ങനെ ഒരു റൊമാൻറ്റിക് ഹീറോ അല്ല അല്ലേ? ഞാനൊരു പാവം പുണ്യാളൻ, ഒരു മിണ്ടാപ്പൂച്ച അല്ലേ? എന്നെ അറിയുന്നത് അങ്ങനെയാണല്ലേ? അവനൊന്ന് ചിരിച്ചു. എന്നാ അതൊന്നുമല്ല ശരിക്കുള്ള ഞാൻ. ഈ നാട്ടിൽ നിന്നും വണ്ടി കയറിയ ഞാൻ പുണ്യാളനല്ല, ചെകുത്താനാ, തനി ചെകുത്താൻ. ഇപ്പോഴത്തെ പിഴച്ച ആമ്പിള്ളേരുടെ സകല ചറ്റത്തരവും എൻ്റെ അടുത്തുണ്ട്. പക്ഷെ ഇന്ന് വരെ മയക്കുമരുന്നും കഞ്ചാവും കൈകൊണ്ട് തൊട്ടിട്ടില്ല കേട്ടോ. പിന്നെ ചെറ്റത്തരം എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാ, ദേഷ്യം വന്ന ആരാ എന്താ എന്നൊന്നും നോക്കാതെ തുണി അലക്കും പോലെ എടുത്തിട്ട് അലക്കും. മേലും കീഴും നോക്കില്ല ഞാൻ. കാല് നിലത്തുറയ്ക്കാത്ത പോലെ മദ്യപിക്കും. പക്ഷേ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ കേട്ടോ. അമ്മാതിരി പണിക്കൊന്നും പോയിട്ടില്ല. രണ്ട് കൈയിലും ഒന്നിച്ചു പിടിച്ച് പുകയെടുക്കും. ഈ വട്ടത്തിൽ വട്ടത്തിൽ പുക വിടും. അതൊരു എക്സ്പേർട്ടിന് മാത്രമേ കഴിയൂ എന്നറിയാലോ. ആ പിന്നെ ചെറ്റത്തരം അത് പറയാം. ദേ ഇത് ഇവൾ, ഈ ചെകുത്താന്റെ മാലാഖയാ. ഞാൻ പിന്നാലെ നടന്ന് ഇവളുടെ ഇഷ്ടം നേടിയെടുത്തതാ. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ വളച്ചൊടിച്ച് കുപ്പിയിലാക്കി. എന്തിനാന്നറിയോ? വാശി തീർക്കാൻ. ഇവളുടെ മുന്നിൽ മാത്രം ഈ ചെകുത്താൻ പരാജയപ്പെട്ടു. ആദ്യമായി അതിൻ്റെ ദേഷ്യം. അതിന് ഞാൻ തിരഞ്ഞെടുത്ത വഴി എന്താണെന്നറിയോ? അറിയോ നിങ്ങൾക്ക്? ജേക്കബും റാഹേലും റീത്തയും ശ്വാസം അടക്കി പിടിച്ചു. ഇവൻ ഇത് എന്തിനുള്ള പുറപ്പാടാ? ജോർജ് അവനെ കൂർപ്പിച്ചു നോക്കി. ഡാ ശ്യാമു, വേണ്ടടാ. വേണംടാ. ഈ പുണ്യാളൻ വെറും ചെറ്റിയാണെന്ന് എല്ലാരും അറിയട്ടെ. എനിക്കെന്തിനാടാ ഇങ്ങനെ ഒരു മുഖം മൂടി? ഞാൻ എൻ്റെ ജാനുവിനോട് ചെയ്ത തെറ്റ് ഏറ്റുപറയുമ്പോൾ ദൈവം അത് പുറത്തു തന്നാലോ? ഡാ ശ്യാമു, വേണ്ടടാ. ജാൻ നിനക്ക് മാപ്പ് തന്നില്ലേ? വീട്ടുകാർ തന്നില്ലേ? അത് മതി. ഇനി ഈ നാട്ടുകാരുടെ മുന്നിൽ നീ അത് തുറന്നു പറയണ്ട. അതൊന്നും ശരിയാവില്ല. ഞാൻ സമ്മതിക്കില്ല. ഇഷാൻ ഒന്ന് ചിരിച്ചു. പിന്നെ അവൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് വാങ്ങി. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത്, ആ ഞാൻ എൻ്റെ മാലാഖയോട്. അവൻ പറഞ്ഞു തുടങ്ങിയതും ജാൻവി അവനെ ഇറുകി അങ്ങ് കെട്ടിപ്പിടിച്ചു. ഇഷാൻ ഞെട്ടിപ്പോയി. ജെറി പുഞ്ചിരിയോടെ അവൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് തിരികെ വാങ്ങി. ജാനു? അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി. പിന്നെ വിലങ്ങനെ തലയാട്ടി. എന്താടാ? ഞാൻ എൻ്റെ തെറ്റ് ഏറ്റു പറയട്ടെ ജാനു. ഇനിയും ഈ മുഖം മൂടി ധരിച്ച് നടക്കാൻ എനിക്ക് വയ്യ. വേണ്ടിച്ച. എൻ്റെ അച്ഛനെ ആരും വെറുക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. എൻ്റെ വാശിക്ക് അപ്പൊ തോന്നിയ ദേഷ്യത്തിന് വന്നു പോയതാ. അതും എൻ്റെ നിവൃത്തികേട് കൊണ്ട് ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. എനിക്കറിയാം. പക്ഷേ ഇങ്ങനെ ഒരു വേദിയിൽ എൻ്റെ അച്ഛൻ തലകുനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കത് സഹിക്കില്ല. അതിലും ഭേദം ഞാൻ മരിക്കുന്നതാ. അതോടെ ഇഷാൻ പൊട്ടിക്കരഞ്ഞു.
അവളെ ഇറുകെ കെട്ടിപ്പിടിച്ചു. അവളുടെ മുഖം കൈകളിലെടുത്ത് തേരെ ഉമ്മകൾ കൊണ്ട് മൂടി. നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ മോളെ. ക്ഷമിക്കടാ നീ പാപിയോട്. അവൾ കണ്ണീരോടെ അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചു. അവൻ വീണ്ടും വീണ്ടും അവളുടെ മുഖം മുഴുവൻ ഉമ്മകൾ കൊണ്ട് മൂടി. വീണ്ടും വീണ്ടും നെഞ്ചിൽ അമർത്തിപ്പിടിച്ചു. ഒരിക്കലും ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന പോലെ. മുന്നിൽ നടക്കുന്ന രംഗങ്ങൾ വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുന്ന വീട്ടുകാർ, കാര്യം എന്താണെന്നറിയാതെ മിഴിച്ചു നിൽക്കുന്ന നാട്ടുകാർ, ബന്ധുക്കൾ. എന്നാലും അവരുടെ പ്രണയം അതവർക്ക് ബോധ്യമായി. അവരുടെ പരസ്പര പ്രണയത്തിന്റെ ആഴം മനസ്സിലാക്കിയ ഏവരും കൈയടിച്ചു. ജെറി നിറഞ്ഞ കണ്ണുകൾ ഷോൾഡർ തുടച്ചുകൊണ്ട് ഗസ്റ്റുകളെ നോക്കി. നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ലല്ലേ? സാരമില്ല, ഞാൻ പറയാം. പരസ്പരം ഹൃദയം കൊടുത്ത് പ്രണയിക്കുന്നവർ ചില കാരണങ്ങൾ കൊണ്ട് അകന്നു പോയേക്കാം. പക്ഷേ അവരുടെ പ്രണയം അതെന്നെന്നും നിലനിൽക്കും. മനുഷ്യജന്മല്ലേ, തെറ്റുകളൊക്കെ പറ്റും. അതുപോലൊരു തെറ്റ് നമ്മുടെ പുണ്യാളനും പറ്റി. പക്ഷേ അവൻ്റെ തിരിച്ചറിവ് അതുമാത്രം മതിയായിരുന്നു ഇവരുടെ കൂടിച്ചേരലിന്. അവരുടെ പ്രണയം മരിച്ചിട്ടില്ല, കൂടുതൽ പ്രകാശിച്ചിട്ടേ ഉള്ളൂ. ആ പ്രകാശമാണ് നിങ്ങളുടെ മുന്നിൽ പ്രകടമായത്. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ? ആയെന്നാണെങ്കിൽ ഒന്ന് കൈയടിച്ച് കളറാക്കിക്കേ. എടാ കൊച്ചനെ, നീ പറഞ്ഞു വന്നതെന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മുടെ പുണ്യാളന്റെ പുണ്യമാ ആ കൊച്ചെന്ന്. മുൻനിരയിലിരുന്ന് പല്ലില്ലാത്ത മോണ കാട്ടി ചിരിയോടെ കുഞ്ഞുഞ്ഞു മാപ്പിള പറഞ്ഞപ്പോ ആ സദസ്സിൽ കയ്യടി ശബ്ദം നിറഞ്ഞു. എന്നാ പിന്നെ ഇവരുടെ ഒരു ഡ്യൂറ്റ് കൂടിയായ കൂടുതൽ കളറാകും അല്ലേ വല്യപ്പച്ച? അതേടാ കൊച്ചനെ, നീ കളറാക്ക്, ഞങ്ങളുണ്ട് കൂടെ. ഇഷാൻ അവളുടെ മുഖത്തേക്ക് നോക്കി കരഞ്ഞുകൊണ്ട് ചിരിക്കുകയാണ്. അവൾക്കും ഏതാണ്ട് അതേ അവസ്ഥ തന്നെയാണ്. അപ്പോഴാണ് ലൈറ്റ് ഓഫായത്. ഗോൾഡൻ ലൈറ്റ് തെളിഞ്ഞു. ഒപ്പം ഒരു മെഴുതിരിയുടെ എന്ന സോങ് കൂടി പ്ലേ ആയതും ഇഷാൻ ജാൻവിയുടെ കൈയും പിടിച്ച് ചുവട് വയ്ക്കാൻ തുടങ്ങി. ഹായ് ഫ്രണ്ട്സ്, എനിക്ക് വ്യൂസ് കുറവാണ്. ഉള്ളതിൽ 4-1 കൂട്ടുകാരാണ് ഡെയിലി ലൈക്കും കമൻറ്റും ചെയ്യുന്നത്. അതുപോലും മാമൻ പ്രോപ്പറായി എനിക്ക് എത്തിക്കുന്നില്ല. ഞാൻ സന്തോഷിക്കുന്നത് നിങ്ങൾക്കും പിടിക്കില്ല. ഇപ്പോൾ ദേ മാമനും. എൻ്റെ കൂട്ടുകാരെ, ശരിക്കും വിഷമമുണ്ട്. ആരെങ്കിലുമൊക്കെ എൻ്റെ ഈ ചാനലൊന്ന് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുന്നേ. എൻ്റെ ഈ കഥ മോശമാണോ? റെക്കമെൻഡ് ചെയ്യാൻ കൊള്ളില്ലേ? അങ്ങനെയാണേ വേണ്ട കേട്ടോ. അല്ല, അത്ര തരക്കേടില്ലെന്നാണേ. പ്ലീസ് ഹെൽപ്പ് മീ ഡിയേഴ്സ്.